ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4ൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. അപ്പം ലിസ്റ്റ് 1ൽ കൊടുത്തേക്കുന്നതും ലിസ്റ്റ് 2ൽ കൊടുത്തേക്കുന്നതും തമ്മിൽ മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് അതിനകത്തുനിന്ന് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 or more alternate form of a gene. Okay, ഒരു ജീനിന്റെ alternate ഫോമിന് ഒരു പേര് പറയും. ഇറ്റ് ഈസ് കോൾഡ് allele എന്നാണ് പറയാ. ജീനിന്റെ alternate ഫോമിന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് allele എന്ന് പറയും. ഓക്കെ, allele എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജീൻ എടുക്കുക. ഇപ്പൊ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ആണെങ്കിൽ, പ്ലാന്റിന്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, ഇത് ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനാണ്. അപ്പൊ അതിനകത്ത് 2 അലലില് കാണും. 2 അലലില് വരുമ്പോ ഒന്ന് ഏതായാലും അതിന്റെ ഫാദറിൽ നിന്നുള്ള ഒരു ജീൻ ആയിരിക്കാം, അനദർ ഏതായിരിക്കും മദറിൽ നിന്നുള്ള ഒരു ജീൻ ആയിരിക്കും. അങ്ങനെ 2 ഫോംസ് കാണും. ഹൈറ്റിന്റെ തന്നെ 2 ഫോംസ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന് ഇത് ക്യാപിറ്റൽ ടി കാണിച്ചിരിക്കുന്നത് ടോൾ ആണ്, സ്മോൾ ടി കാണിച്ചിരിക്കുന്നത് ഡ്വാർഫ് ആണ്. അപ്പൊ ഇങ്ങനെ 2 ഫോംസ് വരുന്നതിനെയാണ് ഒരു ജീനില് ദാറ്റ് ഈസ് കോൾഡ് അലലിൽ എന്ന് പറയും. സോ സെക്കൻഡ് വൺ ഈസ് ക്രോസ് ഓഫ് F1 progeny with a homozygous recessive parent. അതായത് റിസസീവ് പേരന്റുമായിട്ട് F1 പ്രോജനിയെ നമ്മൾ പഠിച്ചായിരുന്നു. മെന്റലിന്റെ ക്രോസിൽ നമ്മൾ പഠിച്ചതാണ്. മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. F1 പ്രോജനി ജീനോടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് F1 പ്രോജനിയെ റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്താൽ F1ന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ആണ് ഏതെന്ന് പറയാ, ടെസ്റ്റ് ക്രോസ് എന്നാണ് പറയാ. അപ്പം ടെസ്റ്റ് ക്രോസ് അപ്പൊ ഏതാണ്? ദ ക്രോസ് ഓഫ് F1 progeny വിത്ത് ഹോമോസൈഗസ് റിസസീവ് പേരന്റുമായിട്ട് F1 പ്രോജനിയെ ക്രോസ് ചെയ്യുന്ന ക്രോസിന് പറയുന്ന ഏതാണ്? ടെസ്റ്റ് ക്രോസ് എന്നാണ് പറയാ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ ക്രോസ് ഓഫ് F1 progeny വിത്ത് എനി ഓഫ് ദ പേരന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ്? റിസസീവ് മാത്രമല്ല, ഡോമിനന്റ് പേരന്റുമായിട്ടോ റിസസീവ് പേരന്റുമായിട്ടോ ക്രോസ് ചെയ്യുന്ന ആ ഒരു ക്രോസിന് പറയുന്നതാണ്, F1 പ്രോജനിയെ ക്രോസ് ചെയ്യുന്ന ക്രോസിന് പറയുന്നതാണ് ദാറ്റ് ഈസ് കോൾഡ് ബാക്ക് ക്രോസ് എന്നാണ് പറയാ. എന്താ പറയാ? ബാക്ക് ക്രോസ്. അപ്പൊ ക്രോസ് ഓഫ് F1 പ്രോജനി വിത്ത് എനി ഓഫ് ദ പേരന്റ്സ് ഏതാണ്? ബാക്ക് ക്രോസ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ നമ്പർ ഓഫ് ക്രോമസോം സെറ്റ്സ് ഇൻ പ്ലാൻ. ഓക്കെ, പ്ലാനിലെ നമ്മുടെ സെല്ലിലെ ക്രോമസോം സെറ്റ്സ്. അപ്പൊ നമ്മുടെ ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമന്റെ ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് 46 ക്രോമസോംസ് ആണ് കാണുക. ഓക്കെ, ആ ഒരു സെറ്റിനെയാണ് എന്ത് പറയാ? ദാറ്റ് ഈസ് കോൾഡ് പ്ലോയിഡി എന്ന് പറയും. സോ പ്ലോയിഡി എന്ന് പറയും. അപ്പൊ ഫുൾ സെറ്റ് ക്രോമസോം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിപ്ലോയിഡ് എന്ന് പറയാം ആ സെല്ല്. അല്ലെ, ഒരു സെറ്റിൽ ഫുൾ സെറ്റ് അതായത് 46 ക്രോമസോം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാ? ആ സെല്ല് ഡിപ്ലോയിഡ് സെല്ലാണ്. ഓക്കെ, ഒരു സെല്ലിൽ 23 അതായത് ഹാഫ് സെറ്റേ ഉള്ളെങ്കിൽ, പാതിയെ ഉള്ളെങ്കിൽ, 23 ഉള്ളെങ്കിൽ ആ സെല്ലിനെ നമ്മൾ എന്ത് പറയും? ഹാപ്ലോയിഡ് സെൽ എന്നാണ് പറയാം. അപ്പം അതാണ് പ്ലോയിഡി, ദ നമ്പർ ഓഫ് ക്രോമസോം സെറ്റ് ഇൻ പ്ലാൻ. ഓക്കെ, സോ ദ ഓപ്ഷൻ ഏതാണ്? വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, second question. In a plant, black seed color is dominant over white seed color. In order to find out the genotype of the black seed plant, with which of the following genotype will you cross it? Okay, so question ഏതാണെന്ന് വെച്ചാൽ black seed color is dominant ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, white seed color recessive ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ജീനോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സീഡ് കളറിന് 2 ജീനോടൈപ്പ്, ക്യാപിറ്റൽ ബിയും ആകാം, ക്യാപിറ്റൽ ബി സ്മോൾ ബിയും ആകാം അവരുടെ ജീനോടൈപ്പ്. ഇനി വൈറ്റ് സീഡ് കളറിന്റെ ജീനോടൈപ്പ് സ്മോൾ ബി ആണ്, അത് റിസസീവ് ആണ്, സ്മോൾ ബി. ഓക്കെ, അപ്പൊ അവരുടെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഏതുമായിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ജീനോടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, ജീനോടൈപ്പ് കണ്ടുപിടിക്കുന്ന അൺനോൺ ജീനോടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുന്ന ക്രോസ് ആണ് ദാറ്റ് ഈസ് ഏതാണ്? ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ടെസ്റ്റ് ക്രോസിൽ നമ്മൾ എന്താണ് ചെയ്തത്? അതായത് F1 പ്രോജനി ഏതുമായിട്ട്? റിസസീവുമായിട്ട് ക്രോസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് റിസസീവ് പേരന്റ് ആയിട്ട് വന്നേക്കുന്നത്? റിസസീവിനെ കാണിക്കുന്നത് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ റിസസീവ് പേരന്റ് ആയിട്ട് ഇവിടെ വന്നേക്കുന്ന ഏതാണ്? സ്മോൾ ബി.
ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതുപോലുള്ള ഒരു ജീനോടൈപ്പിലുള്ള പ്ലാന്റ്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മെന്റൽ ലോ ഓഫ് ഡൊമിനൻസ്? അല്ലെ, മെന്റലിനെ നമുക്കറിയാം, മെന്റൽ ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്ന് പറയും, ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഓക്കെ, ജെനറ്റിക്സിന്റെ ഫാദർ ആണ് ആരാന്ന് പറയാ? ഗ്രിഗർ ജൊഹാൻ മെന്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഗ്രിഗർ ജൊഹാൻ മെന്റൽ കുറച്ച് ലോ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് പീ പ്ലാന്റിൽ കുറച്ച് എക്സ്പെരിമെന്റ് നടത്തി. ആ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ലോ ആണ്, ആ മെന്റലിന്റെ ആ ലോയ്ക്ക് ഫുള്ളേ പറയുന്ന മെന്റൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയാ. മെന്റൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മെന്റലിന്റെ ആ ലോ ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് 3 ലോ ആണ് വരിക. ഓക്കെ, 3 ലോ ആണ് വരിക. അതിലെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയും. ഫസ്റ്റ് ലോ, ലോ ഓഫ് ഡൊമിനൻസ്. സെക്കൻഡ് ലോ, ലോ ഓഫ് സെഗ്രിഗേഷൻ. ആൻഡ് ദ തേർഡ് ലോ, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയും. അപ്പൊ മെന്റലിന്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസിന് വരുന്ന ഫസ്റ്റ് ലോ ആണ് ഏതാ? മെന്റൽ ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മെന്റൽ ലോ ഓഫ് ഡൊമിനൻസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇതിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട് ഓഫ് 1 pair of factor, 1 is dominant and the other is recessive. അല്ലെ, കറക്റ്റ് ആണ്. മെന്റലിന്റെ ലോ ഈ പ്രത്യേകം മെന്റൽ പറയുന്നുണ്ട്. മെന്റൽ ഫാക്ടർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ഈ ഫാക്ടറിന് പറയുന്ന പേര് ജീൻ എന്നാണ്. അന്ന് മെന്റൽ അതിന് ജീൻ എന്ന് പേരിട്ടിട്ടില്ലായിരുന്നു. മെന്റൽ ഒള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫാക്ടർ എന്നായിരുന്നു, ഫാക്ടേഴ്സ് എന്നാണ്. അതായത് പേരന്റിൽ നിന്ന് ഓഫ്സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് ജീൻ ആണ്. ഇപ്പൊ നമ്മൾ അതിനെ ജീൻ എന്ന് പറയും, പണ്ട് അതിനെ ഫാക്ടർ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ മെന്റൽ പറയുന്നത് ഔട്ട് ഓഫ് 1 pair of factors, 1 is dominant. അല്ലെ, 2 പേർ ഉണ്ടെങ്കിൽ നമ്മൾ അലലിൽ പഠിച്ചില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഇതിനകത്ത് 2 പേരില്ലേ? ഓക്കെ, ഇതിൽ ഒന്ന് ഏതായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും, ഒന്ന് റിസസീവ് ആയിരിക്കും. അപ്പൊ മെന്റൽ ഡോമിനന്റിനെ കാണിക്കാനായിട്ട് മെന്റൽ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ് എപ്പോഴും. റിസസീവ് ആണെങ്കിൽ സ്മോൾ ലെറ്ററും ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാ ഡോമിനന്റ്? ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആയിരിക്കും, സ്മോൾ ടി റിസസീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഔട്ട് ഓഫ് 1 pair factor, ഒന്ന് ഡൊമിനന്റും അതർ എപ്പോഴും ഏതായിരിക്കും? റിസസീവ്. 2 ജീനും ഒരുപോലെ വരത്തില്ല. ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അമ്മയുടെയും നമുക്ക് കളർ കൺട്രോൾ ചെയ്യുന്ന ജീൻ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ കളർ കൺട്രോൾ ചെയ്യുന്ന ജീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ മാത്രം എപ്പോഴും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്ത് നിൽക്കും. ചിലപ്പോൾ അച്ഛന്റെ കളർ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണുക. അതിന്റെ അർത്ഥം എന്താണ്? അച്ഛന്റെ ജീനാണ് എക്സ്പ്രസ് ചെയ്ത് നിൽക്കുക. അമ്മയുടെ ജീൻ ഇല്ലെന്നാണോ? അതിന്റെ അർത്ഥം ഇല്ല, അത് ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. ഒരെണ്ണം മാത്രം എക്സ്പ്രസ് ചെയ്യുക. അതാണ് മെന്റൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, second one, alleles do not show any expression. Both characters appears as such in F2 generation. അതായത് അലലിഡ്സ് എന്താണ്? 2 ക്യാരക്ടേഴ്സ് F2 ജനറേഷനിൽ കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് മെന്റലിന്റെ ലോയ്ക്കകത്ത് വരില്ല. അതായത് 2 ക്യാരക്ടർ വരത്തില്ല. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഡൊമിനന്റ്, ഒന്ന് റിസസീവ് ആയിരിക്കും. അപ്പൊ അത് റോങ് ആണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് occur in pair നോർമൽ ഡിപ്ലോയിഡ് പ്ലാന്റ്സ്. ഫാക്ടേഴ്സ് എപ്പോഴും, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജീൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും? കണ്ടോ, പെയറായിട്ടായിരിക്കും കാണുക. 2 ജീൻ, അമ്മയുടെയും കാണും അച്ഛന്റെയും കാണും, ഏതൊരു ക്യാരക്ടറിന്റെ ആണെങ്കിലും. അപ്പൊ എപ്പോഴും അത് എങ്ങനെ ആയിരിക്കും? പെയറായിട്ടായിരിക്കും കാണുക. സോ കറക്റ്റ്. ദ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കൺട്രോളിങ് എ പർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് കോൾഡ് ഫാക്ടർ എന്ന് പറയും. അല്ലെ, ആ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതിനെ മെന്റൽ എന്താ പറയാ? ആ ഒരു യൂണിറ്റിനെ അദ്ദേഹം ഇട്ടൊരു പേരെന്താന്നാ ഞാൻ പറഞ്ഞത്? ദാറ്റ് ഈസ് ഫാക്ടർ എന്നാണ് അദ്ദേഹം അന്ന് പഠിച്ചിരുന്നത്. So this is the correct one. And then next, the expression of only one of the parental characters is found in a monohybrid cross. അതായത് എന്താ, ഒരു ക്യാരക്ടേഴ്സ് മാത്രമേ എക്സ്പ്രസ് ചെയ്ത്, 2 ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യില്ല. ഒന്ന് മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഒന്ന് ഹിഡൻ ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, അത് അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? മെന്റലിന്റെ ലോ ഓഫ് ഡോമിനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതാ? വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ? ദാറ്റ് ഈസ് സെക്കൻഡ് വൺ, A, C, D, E. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പിങ്ക് ഫ്ലവർ snapdragon plant was crossed with a red flower snapdragon plant. ഓക്കെ, ഇത് ഈ ഒരു ക്രോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. സ്നാപ്ഡ്രാഗൺ ആണ് അതിന് എക്സാമ്പിൾ. സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്
അതിന് എക്സാമ്പിൾ അതിന്റെ ഫ്ലവറിനെ തമ്മിലാണ് ക്രോസ് ചെയ്തേക്കുന്നത്. ആ ഒരു ക്രോസ് നമുക്ക് NCERT കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്നാപ്ഡ്രാഗൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിള് സ്നാപ്ഡ്രാഗന്റെ റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ക്രോസ് ചെയ്യിപ്പിച്ചപ്പം അവിടെ ഉണ്ടായ പ്ലാന്റ്സ് എന്ന് പറയുന്ന F1 ജനറേഷൻ മെന്റലിന്റെ ഇതനുസരിച്ചാണെങ്കിൽ എല്ലാം റെഡ് വരണം. ബട്ട് അവർക്ക് കിട്ടിയത് ഏതായിരുന്നു? ദാറ്റ് ഈസ് ഓൾ പിങ്ക് ആയിരുന്നു കിട്ടിയത്. ഓൾ പ്ലാന്റ്സ് പിങ്ക് ആയിരുന്നു കിട്ടിയത്. സോ അപ്പൊ റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലവർ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിങ്ക് ആണ് കിട്ടുക. സോ അതായിരുന്നു സ്നാപ്ഡ്രാഗന്റെ ക്രോസ്. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അതായത് പിങ്ക് കളറും റെഡും, അതായത് പിങ്ക് കളറും റെഡും തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് ഏത് പ്ലാന്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെഡ് ഫ്ലവേർഡ് ആസ് വെൽ ആസ് പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്. റെഡും കിട്ടും പിങ്കും. ഓൾറെഡി നമ്മൾ റെഡിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ക്യാപിറ്റൽ ആർ റെഡ് ആണ്. പിങ്കിന്റെ ഇവിടെ ജീനോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സുകളെ തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാകുന്നത് എങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ആയിരിക്കും? ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ജീനോടൈപ്പ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടാകും, അത് റെഡ് ആയിരിക്കും. പിന്നെ ഏതായിരിക്കാം? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉള്ള ഒരു ജീനോടൈപ്പിലുള്ള പ്ലാന്റുകളും ഉണ്ടാവും. അതേതാണ്? അത് പിങ്ക് ആയിട്ടായിരിക്കും. പിങ്ക് എന്ന് ഓൾറെഡി പറഞ്ഞിട്ട് പിങ്ക്. അപ്പൊ ഏതായിരിക്കും? റെഡ് ഫ്ലവേർഡ് ആസ് വെൽ ആസ് പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. 2 കോളംസ് തന്നിട്ടുണ്ട്. 2 കോളംസ് തമ്മിൽ മാച്ച് ചെയ്യുക. അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടുന്ന് ചൂസ് ചെയ്യുക. അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ഈസ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ക്രോമസോമൽ ഡിസോർഡർ ആയിരുന്നു. ഡൗൺ സിൻഡ്രോം. ഓക്കെ, അപ്പൊ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്, ഡൗൺ സിൻഡ്രോമിൽ ട്രൈസോമി ആണ്. ട്രൈസോമി മീൻസ് അഡീഷണൽ ആയിട്ട് ഒരു ക്രോമസോം ആഡ് ആകുന്നതാണ്. സോ അപ്പൊ ഡൗൺ സിൻഡ്രോം ദാറ്റ് ഈസ് ട്രൈസോമി, ദാറ്റ് ഈസ് 21st ക്രോമസോം. ട്രൈസോമി നമുക്ക് ടോട്ടൽ 46 ക്രോമസോംസ് ആണ്. നമ്മുടെ ഒരു സെല്ലിൽ 46 ക്രോമസോംസ് വെച്ചാണ് ഉള്ളത്. അപ്പം ആ 46-ൽ കൂടിയാലും നമുക്ക് പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, അതായത് 46-ന്റെ കൂടെ ഒരു ക്രോമസോം കൂടി ആഡ് ആയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ഏതെന്ന് പറയാം? ഡൗൺ സിൻഡ്രോം എന്ന് പറയാം. ദാറ്റ് ഈസ് 21st ക്രോമസോം. Then next one is alpha thalassemia. Alpha thalassemia എന്ന് പറഞ്ഞാൽ മെന്റലിയൻ ഡിസോർഡർ ആണ്. ഓക്കെ, അപ്പം മെന്റലിയൻ ഡിസോർഡർ ആയതുകൊണ്ട് ആൽഫ തലാസീമിയയുടെ ആ ഒരു ജീൻ, ഈ ഒരു ഡിസീസ് കൺട്രോൾ ഈ ഒരു ഡിസോർഡർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ജീൻ ഇരിക്കുന്നത് നമ്മുടെ 16th ക്രോമസോമിലാണ്. അതായത് നമ്മുടെ 46 ക്രോമസോം ഉള്ളതിലെ 16ാമത്തെ ക്രോമസോമിലാണ് ആൽഫ തലാസീമിയയുടെ ജീൻ ഇരിക്കുന്നത്. Okay, the next one is the beta thalassemia. Beta thalassemia എന്ന് പറയുന്നതും മെന്റലിയൻ ഡിസോർഡർ തന്നെയാണ്. ഓക്കെ, ബീറ്റ തലാസീമിയയുടെ ജീന് ദാറ്റ് ഈസ് 11th ക്രോമസോമിലാണ്. ഓക്കെ, ഏത് ക്രോമസോമിലാണ്? 11th ക്രോമസോമിലാണ് ബീറ്റ തലാസീമിയയുടെ ജീൻ ഇരിക്കുക. ഓക്കെ, തലാസീമിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മുടെ HB ഹീമോഗ്ലോബിൻ ചെയിൻ ശരിയായ രീതിയിൽ സിന്തസൈസ് ചെയ്യാതെ വരുന്ന ഡിസോർഡർ ആണ് ഏതെന്ന് പറയാ? ദാറ്റ് ഈസ് തലാസീമിയ എന്ന് പറയും. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൽഫ തലാസീമിയയും ഉണ്ട്, ബീറ്റ തലാസീമിയയും ഉണ്ട്. ഓക്കെ, നമ്മുടെ HB എന്ന് പറയുമ്പോൾ HB നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 2 ചെയിൻ കാണും. ദാറ്റ് ഈസ് ആൽഫ ചെയിനും ഉണ്ട്, ബീറ്റ ചെയിനും ഉണ്ട്. ഓക്കെ, അപ്പം അതിലെ ആൽഫ ചെയിൻ ശരിയായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഡിസോർഡർ ആണ് ആൽഫ തലാസീമിയ. ബീറ്റ ചെയിൻ ശരിയായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ദാറ്റ് ഈസ് ഡിസോർഡർ ആണ് ഏതെന്ന് പറയാ? ബീറ്റ തലാസീമിയ എന്ന് പറയാം. അപ്പൊ ആൽഫ തലാസീമിയ 16th ക്രോമസോമിലാണ് അതിന്റെ ജീൻ ഇരിക്കുക. ബീറ്റ തലാസീമിയ 11th ക്രോമസോമിലാണ്. The next one is the Klinefelter syndrome. ഇത് ക്രോമസോമൽ ഡിസോർഡർ ആണ്, Klinefelter syndrome എന്ന് പറയും. ഓക്കെ, Klinefelter syndrome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം കൂടി ആഡ് ആവുന്നതിനെയാണ് Klinefelter syndrome എന്ന് പറയാം. ഓക്കെ, അപ്പം Klinefelter syndrome എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട്, ഇപ്പൊ മെയിൽ എടുക്കുകയാണെങ്കിൽ മെയിലിന്റെ കേസിൽ മെയിലിലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ, ഫീമെയിലിന്റെ കേസ് വരുമ്പോൾ ഫീമെയിലിലെ സെക്സ് ക്രോമസോം ദാറ്റ് ഈസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ അവരുടെ ക്യാരക്ടേഴ്സ്, സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആണ്. സോ അപ്പം
ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം കൂടി ആഡ് ആകുന്നതാണ് ദാറ്റ് ഈസ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയാം. അത് കൂടുതലായിട്ടും മെയിലിനെയാണ് അഫക്ട് ചെയ്യുന്ന സിൻഡ്രോം. അപ്പൊ മെയിലിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോമും കൂടി ആഡ് ആയി കഴിഞ്ഞാൽ മെയിലിന് ഏതൊരു ക്യാരക്ടർ കിട്ടും? ഫീമെയിലിന്റെ ഫെമിനൈൻ ക്യാരക്ടറിലേക്ക് വരും, ഫെമിനൈൻ ക്യാരക്ടർ കിട്ടും. ഓക്കെ, ആ ടൈപ്പ് ഉള്ള ഡിസോർഡർ ആണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഡൗൺ സിൻഡ്രോം. ഏതാണ്? ദാറ്റ് ഈസ് ദ 21st, A3. അപ്പം തേർഡ് വൺ ഈസ് ദ കറക്റ്റ്. A3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് അത് ചൂസ് ചെയ്യാം. A3, B4, C1 and D2. Okay. So next question is, as per ABO blood grouping system, the blood group of father is B positive, mother is A positive, child is O positive. Their respective genotype can be. Okay. Father B positive ആണ്, mother A positive blood group ആണ്. അവർക്കുണ്ടായ കുട്ടി എന്ന് പറയുന്നത് that is O positive ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ ഏത് ജീനോടൈപ്പ് ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആ ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ്. സോ ജീനോടൈപ്പ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം പഠിച്ചായിരുന്നു. ദാറ്റ് ഈസ് ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് എ ബ്ലഡ് ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ് ആൻഡ് ഒ ഗ്രൂപ്പ്. പൊതുവെ ഹ്യൂമൻസ് ഈ 4 ടൈപ്പിലുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് കാണുക. ഓക്കെ, അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെന്ന് പറയുന്ന ആ ആളിലെ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ജീനോടൈപ്പ് എന്ന് പറയുന്ന ആ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീനിലെ ജീനോടൈപ്പ് ദാറ്റ് ഈസ് IA സ്മോൾ ഐ, IA. ഈ 2 ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ അത് എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. Then A6 ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് ദാറ്റ് ഈസ് IB സ്മോൾ IB. Okay, ഇത് ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് ആണ്. Then next one is the AB ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ജീനോടൈപ്പ് IA IB ആയിരിക്കും ജീനോടൈപ്പ് വരിക. Then O ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ജീനോടൈപ്പ് ദാറ്റ് ഈസ് സ്മോൾ ഐ. ഇത് റിസസീവ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് സ്മോൾ ഐ വന്നേക്കുന്നത്. ഇതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് വരും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ബി പോസിറ്റീവ് ആണെങ്കിൽ ഫാദറിന് ഈ 2 ജീനോടൈപ്പ് വരാം. ഓക്കെ, ഇനി മദറിന്റേത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എ പോസിറ്റീവ് ആണെങ്കിൽ ഈ 2 ജീനോടൈപ്പും വരാം. കുട്ടി O പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കുട്ടിയുടെ ഒപ്പം എന്തായാലും സ്മോൾ ഐ ആയിരിക്കും വരിക. സ്മോൾ ഐ വന്നാൽ മാത്രമേ ആ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആയിട്ട് മാറുള്ളൂ. സോ ദ ജീനോടൈപ്പ് വരുമ്പം സ്മോൾ ഐ O പോസിറ്റീവ് സ്മോൾ ഐ വരണമെങ്കിൽ ജീനോടൈപ്പിൽ ഒരു റിസസീവ് ജീനെങ്കിലും കണ്ടാൽ മാത്രമേ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വരുവുള്ളൂ? O പോസിറ്റീവ് വരത്തുള്ളൂ. സ്മോൾ ഐ വരുവുള്ളൂ. സോ ഏതായിരിക്കും അപ്പൊ പോസിബിൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്? ഫാദറിന്റെ ആണ് ബി പോസിറ്റീവ് ആണെങ്കിൽ ഏത് വരണം ജീനോടൈപ്പ്? IB സ്മോൾ ഐ വരണം. മദർ IA സ്മോൾ ഐ വരണം. എങ്കിൽ മാത്രമേ ഉണ്ടാകുന്ന കുട്ടിയുടെ O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വരുവുള്ളൂ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും? ഫസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് ഈസ് IBI IAI സ്മോൾ ഐ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, +2 വിദ്യാർത്ഥികൾക്കായിട്ട് ഇതാ ഒരു സന്തോഷ വാർത്ത. എന്താണെന്നല്ലേ? പ്രവാസി വിദ്യാമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റും വിജയ് അക്കാദമിയും മാതൃഭൂമിയും സംയുക്തമായി +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് എൻട്രൻസ് ടാലന്റ് ഹണ്ടും സ്കോളർഷിപ്പ് എക്സാമും കണ്ടക്ട് ചെയ്യുന്നു. വിജേതാസ് 2025. ഈ പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കുന്ന മിടുക്കരായ 1000 വിദ്യാർത്ഥികൾക്ക് പ്രവാസി വിദ്യാമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന സ്കോളർഷിപ്പോടുകൂടി IIT, NEET, JEE, കീപ് തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. ഏകദേശം 10 കോടി രൂപയിലധികമുള്ള സ്കോളർഷിപ്പാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. 1ാം സമ്മാനം 2 ലക്ഷം രൂപ, 2ാം സമ്മാനം 1,50,000 രൂപ, 3ാം സമ്മാനം 1,20,000 രൂപ. അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിലും സ്കൂൾ അടിസ്ഥാനത്തിലും അനവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഓൺലൈൻ മാതൃകയിലായിരിക്കും എക്സാം. പക്ഷേ ഒരു നിബന്ധന മാത്രം: ഈ സ്കോളർഷിപ്പിന് അർഹരാകുന്ന കുട്ടികളുടെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപ്പോൾ ഇനി നിങ്ങളുടെ എൻട്രൻസ് പഠനം സ്കോളർഷിപ്പോടുകൂടി വിജയദാസിനൊപ്പം.